നമസ്കാരം. കേരളത്തിലെ വിവിധ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് 39 പേരാണ്. ആലപ്പുഴയിലെ RSS നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ 15 പ്രതികൾക്കാണ് കോടതി വധശിക്ഷ വിധിച്ചത്. എന്നാൽ കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ട് 34 കൊല്ലങ്ങളായി. 1991 സംസ്ഥാനത്ത് അവസാനമായി ഒരാളെ തൂക്കിലേറ്റിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 14 പേരെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനെയായിരുന്നു അത്. പൂജപ്പുര സെൻട്രൽ ജയിലിലാകട്ടെ 1974 കളിയിക്കാവിള സ്വദേശി അഴകേശനെയും. ഒരു വധശിക്ഷ നടപ്പാക്കാനായി ജയിൽ വകുപ്പിന് ചെലവാക്കാൻ കഴിയുന്നത് 2 ലക്ഷം രൂപയാണ്. വധശിക്ഷ നടപ്പിലാക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥർക്കുള്ളതാണ് ഈ തുക. വധശിക്ഷയ്ക്ക് ചെലവാകുന്ന തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതും ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ പാടില്ലാത്തതുമാണ് എന്നാണ് 2010 കേരള ജയിൽ ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. വധശിക്ഷ നടപ്പാക്കാൻ ജയിൽ ജീവനക്കാർക്ക് സമ്മതമല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരെ ഇതിനുവേണ്ടി നിയോഗിക്കാം. ഇവർക്കുള്ള പ്രതിഫലം വധശിക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച തുകയിൽ നിന്ന് നൽകണം. ഇതിനുള്ള അധികാരം ജയിൽ സൂപ്രണ്ടിനാണ്. ശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് ജയിൽ സൂപ്രണ്ടും മെഡിക്കൽ ഓഫീസറും ജയിലിന്റെ മേൽ അധികാരമുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഹാജരുണ്ടായിരിക്കണം. സൂര്യോദയത്തിന് ശേഷമായിരിക്കണം വധശിക്ഷ നടപ്പിലാക്കേണ്ടത്. വധശിക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പരമാവധി 12 പേരെ അനുവദിക്കാനുള്ള അധികാരം ജയിൽ സൂപ്രണ്ടിനുണ്ട്. സമൂഹത്തിൽ പ്രമുഖരായ പുരുഷന്മാരെയോ തൂക്കിലേറ്റപ്പെടുന്നയാളിന്റെ ബന്ധുക്കളായ മുതിർന്ന പുരുഷന്മാരിൽ ആരെയെങ്കിലുമോ വധശിക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അനുവദിക്കാമെന്നാണ് ജയിൽ ചട്ടം. എന്നാൽ മറ്റൊരു തടവുകാരൻ ഈ രംഗത്തിന് സാക്ഷിയാകാനും പാടില്ല. ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകണം. വ്യക്തമായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മൃതദേഹം വിട്ടു നൽകാതിരിക്കാൻ പാടുള്ളൂ. വധശിക്ഷ നടപ്പാക്കാൻ പരുത്തി കൊണ്ടുള്ള കയറാണ് ഉപയോഗിക്കേണ്ടത്. ഈ തൂക്കുകയറിന് 2.5 സെന്റിമീറ്റർ വ്യാസമുണ്ടായിരിക്കണം. തൂക്കിലേറ്റപ്പെടുന്ന ആളിന്റെ ഭാരം കണക്കാക്കിയിട്ടായിരിക്കണം തൂക്കുകയർ തയ്യാറാക്കേണ്ടത്. ഇത്തരം 3 തൂക്കുകയറുകളെങ്കിലും ജയിലിൽ സൂക്ഷിക്കണമെന്നാണ് ചട്ടം. തൂക്കിലേറ്റപ്പെടുന്നയാളിന്റെ ഭാരം 44 കിലോയിൽ കുറവാണെങ്കിൽ 1.98 മീറ്റർ നീളമുള്ള കയറാണ് ഉപയോഗിക്കേണ്ടത്. 57 കിലോയിൽ കുറവാണെങ്കിൽ 1.83 മീറ്റർ നീളമുണ്ടായിരിക്കണം. 70 കിലോയിൽ താഴെയാണെങ്കിൽ 1.68 മീറ്റർ നീളവും ഭാരം 70 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ 1.52 മീറ്റർ നീളമുള്ള കയറുമാണ് വേണ്ടത് എന്നും ജയിൽ ചട്ടത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന തീയതിക്ക് 1 ദിവസം മുൻപ് തൂക്കുകയർ പരിശോധിക്കണം. തൂക്കുകയർ പരിശോധിക്കുമ്പോൾ തൂക്കിലേറ്റപ്പെടുന്ന ആളിന്റെ 1.5 മടങ്ങ് ഭാരം കയറിന്റെ ഒരറ്റത്ത് കെട്ടണം. മറ്റേ അറ്റം തൂക്കുമരത്തിന്റെ വിലങ്ങനെയുള്ള പടിയിൽ കെട്ടണം. ഇങ്ങനെയാണ് തൂക്കുകയറിന്റെ ബലപരിശോധന നടത്തേണ്ടത്. തടവുകാരനെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് വാറന്റ് വായിച്ചു കേൾപ്പിക്കണം എന്നാണ് നിയമം. ഇത് വായിച്ചു കേൾപ്പിക്കേണ്ടതാകട്ടെ ജയിൽ സൂപ്രണ്ടും. ഇംഗ്ലീഷിൽ വായിക്കുന്ന മരണ വാറന്റ് തൂക്കിലേറ്റപ്പെടുന്നയാളിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ മൊഴിമാറ്റം നടത്തി കേൾപ്പിക്കണം. വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരം മൃതദേഹം കഴുമരത്തിൽ തന്നെ തൂക്കി നിർത്തണം. അതിനുശേഷം മെഡിക്കൽ ഓഫീസർ പരിശോധന നടത്തി മരണം ഉറപ്പിക്കണം. അതിനുശേഷം മാത്രമേ മൃതദേഹം അഴിച്ച് താഴെ ഇറക്കാൻ പാടുള്ളൂ. ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ വധശിക്ഷയ്ക്കുള്ള വാറന്റ് പുറപ്പെടുവിച്ച കോടതിയിലേക്ക് വിശദ വിവരങ്ങൾ നൽകണം. സംസ്ഥാനത്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള സൗകര്യമുള്ളത്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കുറ്റകൃത്യങ്ങൾക്കാണ് വധശിക്ഷ നൽകുന്നത്. പക്ഷേ എന്താണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് നിഷ്കർഷിച്ചിട്ടുമില്ല. പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്ന് തെളിവുകളിലൂടെ ബോധ്യമാകുമ്പോഴാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത്. വധശിക്ഷയ്ക്ക് വിധിച്ചാലും പ്രതിക്ക് മേൽക്കോടതികളെയും ദയാഹർജിയുമായി രാഷ്ട്രപതിയെയും സമീപിക്കാനുള്ള അവകാശമുണ്ട്. മിക്കവാറും കേസുകളിൽ മേൽക്കോടതിയുടെ ഇളവ് ലഭിക്കുകയും ചെയ്യും.